ഹലോ ഗൈസ്, അജൂസ് വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ട ഒരു ഓട്ടോമാറ്റിക് ഡസ്റ്റ് പാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഐഡിയ ആണ്. ഇതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മോട്ടറും ബാറ്ററിയും ബ്രഷൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പ്രൊഫഷണലാക്കി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ തരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോയാലോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡസ്റ്റ് പാൻ ഓട്ടോമാറ്റിക് ഡസ്റ്റ് പാൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ട് ക്ലാമ്പാണ്, ഇത് എൽ ക്ലാമ്പാണ്. പിന്നെ ഇതുപോലെ ഒരു ബ്രഷ് വേണം. ഇത് നമ്മൾ ഇതിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ഡസ്റ്റ് പാനാണ്. അപ്പോൾ ഈ ക്ലാമ്പിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഡ്രൈവിനായിട്ട് നമ്മൾ മോട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഉണ്ട്, ഇതൊന്ന് ഒരെണ്ണം മതി. ഗിയർ മോട്ടറാണിത്. പിന്നെ ഇത് ഡ്രില്ല് ചെയ്യണം, അതുകൊണ്ട് ഡ്രില്ല് മെഷീൻ റെഡിയാക്കിയിട്ടുണ്ട്. ബ്രഷും മോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ചെറിയ സംഭവങ്ങളൊക്കെ, അതുപോലെ സ്ക്രൂ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടർ നമുക്ക് ഈ ഒരു ഡസ്റ്റ് പാനിൽ എങ്ങനെയെങ്കിലും വെച്ച് ഒട്ടിക്കണം. അതിന് ഒരു ഗ്ലൂ ഗൺ ഉണ്ട്. മോട്ടറിൻ്റെ വയറ് ഈ ഒരു ഡസ്റ്റ് പാനിൽ കൂടെ നമുക്ക് ഹാൻഡിൽ കിട്ടണം. ആ ഹാൻഡിൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്ക് നമുക്ക് ഈ ശരിക്കും മോപ്പിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് കൂടെ ഈ വയർ എടുക്കണം. അപ്പോൾ അതിനൊരു വയർ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണിത് ഉണ്ടാക്കാൻ വേണ്ടത്. ഞാൻ ഈ ക്ലാമ്പിൻ്റെ കറക്റ്റ് സൈസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹോൾ അടിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഷോപ്പിൽ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പഴയ ആകൃതിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്താൽ മതി. പഴയ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്ത്. ഇതാ ഈ ഒരു രീതിയിലാണ് കണ്ടത് സംഭവം. ഓക്കെ, ഇതുണ്ടോ, അത് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രഷ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിൽ നമ്മൾ മോട്ടർ അറ്റാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഞാൻ യൂസ് ചെയ്യുന്നത് ടോയ്സിൻ്റെയൊക്കെ ബാറ്ററി തന്നെയാണ് കേട്ടോ. 3.7 വോൾട്ട് 300 mAh വരുന്ന ഒരു ബാറ്ററിയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു മോട്ടർ നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ട്യൂബ് എടുത്തിട്ട് ഈ മോട്ടറിൻ്റെ ഈ ഒരു ഷാഫ്റ്റും ഇതിൻ്റെ ഒരു ഷാഫ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ എൻ്റെ പ്ലാന്. ഇതൊക്കെ സക്സസ് ആവുമെന്ന് അറിയില്ല, ചെയ്ത് നോക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രഷ് ഫിറ്റാക്കി ബ്രഷിൻ്റെ സൈഡിൽ ഗിയർ മോട്ടർ കൊടുത്തു. അതിന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അവിടെ കണ്ടോ, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചോട്ടെ, വർക്ക് ചെയ്യേണ്ടതെന്ന്. കുറച്ച് ടൈറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ സക്സസ് ആകാൻ സാധിക്കും. ഓക്കെ, അയ്യവാ കറങ്ങണ്ട് കേട്ടാ. കറങ്ങാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം ശരിക്കും. നമ്മളപ്പോൾ വയറ് കുറച്ച് ലെങ്ത്തുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ സ്റ്റിക്കാണ്. അപ്പോൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രൂ അടിച്ച് കയറ്റിയിട്ട് ആ സ്ക്രൂ നമ്മളിങ്ങനെ തുളച്ച് ഇതിൻ്റെ ഹാൻഡിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ വയറൊക്കെ ഗ്ലൂ കൊണ്ട് തന്നെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് എടുക്കും. മുകളിലാണ് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വയർ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതാ. ഇനി ബാറ്ററി ഫിക്സ് ചെയ്യണം, ഒറ്റയാണെങ്കിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അത്ര ഇനി ബാലൻസ് ഉള്ളൂ. ഫുള്ള് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഡസ്റ്റ് പാൻ റെഡി ആയിട്ടുണ്ട്. സംഭവം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. ബ്രഷ്, മോട്ടർ, കേബിളെല്ലാം കൊടുത്തത്. ഇവിടെ ഞാൻ ബാറ്ററി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ പോവാണ്. ഇതിലേക്ക് വരുന്നുണ്ട് ഗൈസ്.
അപ്പൊ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് നോക്കി നോക്കണ്ട. കയറുന്നുണ്ട്. കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് എല്ലാം കയറും. അപ്പൊ ഈ ഒരു രീതിയിലാണ് കേട്ടോ കയറുന്നത്. എന്നാലും സംഭവം വർക്കിംഗ് ആണ് കേട്ടോ, സക്സസ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ ഗൈസ്. അപ്പൊ എന്റെ ഈ ഡസ്റ്റ് പാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണിച്ചു തന്നാണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു മോട്ടറും പിന്നെ ബ്രഷും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അജീസ് വ്ളോഗ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.